സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരി സവാരി ഗിരിഗിരി 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 സവാരി 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 ഗിരിഗിരി ഗിരിഗിരി ഗിരിഗിരി. ഗിരിഗിരി. നീ ചേട്ടനെ പാട്ട് പഠിപ്പിച്ചില്ല എന്ന് വേണ്ട. രക്ഷപ്പെടുവോ? വയസ്സുകാലത്ത് സംഗീതം പഠിച്ചാൽ ഒരിക്കലും ഇല്ല. രക്ഷപ്പെടുന്നില്ല. ഒരിക്കലും എന്നാ വേണ്ട, എന്നാ അതും അങ്ങോട്ട് കൂട്ടിയാര്. അത് ഞാൻ എന്റെ ആഗ്രഹം ഇട്ടാക്ക് കൂട്ടിയാര്. 100 വയസ്സ് വരെയല്ലേ? 100 വരെ ചിലപ്പോ നോക്കാം അല്ലേ? ആ, അത് എടുത്തിട്ട് പൂട്ടിയിരിക്കാം. അതെ, അപ്പം നമുക്ക് തുടങ്ങാം. തുടങ്ങാം. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. സ്ഫടികമാണ്, ഓർമ്മയുണ്ടല്ലോ. സ്ഫടികം. ആ, ജഡ്ജിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശങ്കരാടിയുടെ കുടുംബം ആരുടെ സപ്താഹ പാരായണം കേൾക്കാനാണ് പോകുന്നത്? എ. വൈഷ്ണവി മോഹനൻ, ബി. വെൺമണി വിഷ്ണു, സി. അത്തരത്തിലൊരു രംഗം സിനിമയിലില്ല. സപ്താഹ പാരായണം ഒരു പ്രൊഫഷണലാണ്. എനിക്ക് തോന്നുന്നത് വെൺമണി വിഷ്ണു ആകാനാണ് സാധ്യത. കൂട്ടട്ടെ? അല്ലേ, ഒന്നുകൂടെ കൂട്ടാൻ വരട്ടെ. വെൺമണി വിഷ്ണു ഒരു സപ്താഹ യജ്ഞക്കാരനാണ്. ആ, വോട്ട് വെൺമണി വിഷ്ണുവിനെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. വെൺമണി വിഷ്ണു. കൂട്ട് അവിടെ കിടക്കട്ടെ. അവിടെ കിടക്കട്ടെ. ആ, ചേട്ടനൊരു രഹസ്യം പറയാമെന്ന് പറഞ്ഞല്ലോ. ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു രഹസ്യം. അതെന്താണെന്ന് ഇന്നലെ ആൾക്കാർ എന്നെ രാത്രി വിളി തുടങ്ങി. ചേട്ടാ, ആ രഹസ്യം എന്താണ്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നാളെ പുള്ളി വരുമ്പോൾ പറയാമെന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വിട്ടു എന്ന് പറഞ്ഞു. ആ രഹസ്യം പറയണോ? ചുമ്മാ പറ, കേക്കട്ടെ, അറിയട്ടെ, 10 പേരെ അറിയട്ടെന്ന്. എനിക്കിപ്പോ ഒരു വില നിലയൊക്കെ ഉണ്ട്, അത് കളയണോ? ഉണ്ടോ? ആ, അതൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അത് വേറൊന്നുമല്ല. അത് പറയുന്നത് വേണ്ട. അയ്യ, പറയുന്നത് അപ്പൊ ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. പറയൂ. തട്ടിവിട്. സംഭവം എന്റെ ചെറുപ്രായത്തിൽ തോന്നിയ ഒരു നമുക്ക് എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. രഹസ്യമുണ്ടോ? എല്ലാവർക്കും അറിയാം. കുട്ടന് രഹസ്യമുണ്ടോ? എനിക്ക് രഹസ്യമില്ല, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പൂട്ട് തുറന്നിട്ട് നോക്കി ഒന്നും കാണത്തില്ല. എന്റെ വളരെ തുറന്ന ഒരു പുസ്തകമാണ്. അതെ, ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയോണ്ടാണ്. അതെ, അത്രേ ഉള്ളൂ. ചേട്ടന് എന്താണ് ആ രഹസ്യം? രഹസ്യമൊന്നുമില്ല. ഞാൻ പണ്ട് ഒരു സിനിമാ നായികയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഓ, അത് ശരി. അത് 1 വേ ആയിരുന്നോ 2? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഒരു നായികയായിട്ട് പ്രേമത്തിലായിരുന്നു. ആരാണ്? ചുമാരി. അവരിപ്പോ ചിലപ്പോ അവർക്ക് ഇപ്പം കേട്ടല്ല പറഞ്ഞ ഇപ്പം തോന്നിയാലോ? അല്ലെ, രക്ഷപ്പെട്ടില്ലേ? ഇല്ല, അവരിപ്പോ വേണ്ട ഒരുപാട് പ്രായമൊക്കെ ആയി. 10, 75, 80 വയസ്സായി. അവളാണ്. എന്നിട്ട് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുക. അതല്ലേ ഞാൻ ചോദിച്ചേ, അന്ന് എന്തൊക്കെ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഞാൻ മനസ്സിൽ നമുക്ക് ആരും മനസ്സിൽ ഇതാണോ രഹസ്യം? പിന്നല്ലാതെ ഞാൻ മനസ്സിൽ കണ്ട കാര്യം എങ്ങനെ പറയുന്നത്? ഞാൻ വിചാരിച്ച അല്ലേ, നമ്മളൊക്കെ വിചാരിച്ചു എന്റെ കൊലപാതകം ചെയ്ത് പറയാൻ വെച്ചിരിക്കാൻ എന്തോ രഹസ്യമാണെന്ന് പറഞ്ഞ സുജ. അങ്ങനെ മനസ്സുകൊണ്ട് ആരെയൊക്കെ സ്നേഹിക്കാം. എങ്കിൽ ഐശ്വര്യ റായ് അങ്ങ് സ്നേഹിച്ചാൽ പോരായിരുന്നു. ഇല്ല, അത് പറ്റത്തില്ല. അതിന് നമ്മള് അങ്ങനെ വിചാരിച്ചിട്ട് ഇത് നടക്കുമായിരുന്നു അന്ന് വിചാരിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ചേട്ടൻ ചുമ്മാ പറഞ്ഞല്ലേ. എന്നാ അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്ന രഹസ്യം ആരോടും തുറന്ന് പറയാറില്ല. പൂട്ടിയതാണ്. ഈ പൂട്ട് തുറക്കാൻ കൂട്ടന് പറ്റില്ല കൂട്ടാ. എനിക്ക് പറ്റില്ല അല്ലേ? ചുമ്മാ പറഞ്ഞല്ലേ. ഈ പൂട്ട് തുറക്കാൻ പറ്റില്ല കൂട്ടാ. ഇത് അന്നാരി പൂട്ടാണ് അല്ലേ? ആ, നല്ലത്. ഇത് സത്യമാണോ കള്ളമാണോ? എനിക്ക് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? എന്താ അവരുടെ അഭിനയം, അവരൊരു തികഞ്ഞ ഒരു ഗ്രാമീണ ശൈലിയും എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി. ഇതിപ്പോ ആരോടാ ഞാൻ പറയുന്നത്? അല്ല, നേരിട്ട് കണ്ടിട്ടില്ല. പ്രണയത്തിന്റെ സുഖം അനുഭവിച്ച ആളുകളോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഈ പായസം കുടിക്കാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ടും കണ്ടിട്ടില്ല. നേരിട്ടും കണ്ടിട്ടില്ല? ഇല്ല.
ഇത്രയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മദ്രാസിൽ അപ്പോൾ ഞാൻ പലരും നേരിട്ട് കാണാതല്ല. ഇപ്പോൾ അമിതാഭ് ബച്ചനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണാത്ത എത്രയോ നടിമാരുണ്ട്. ഞാൻ പലരും ഇവിടെ ഇപ്പോൾ അഭിനയിക്കുന്ന പല പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരുടെ അഭിനയം നിലനിർത്താവണം. ഇഷ്ടമായിരുന്നു. അത്രയേ ഉള്ളൂ. അത്രയും മതി. അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയില്ലല്ലേ? കുറച്ചുകൂടെ ആൾ ജീവിച്ചിരിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് പറഞ്ഞില്ല. അപ്പം വെൺമണി വിഷ്ണു ബി. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. വെരി ഗുഡ്.